മിററിൽ കാണുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ഐക്കോണാണ് ക്രിസ്തു എന്ന് ഇവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഐക്കോൺ ആണ് കർത്താവായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല സ്വഭാവവും അക്ഷരാർത്ഥത്തിൽ മൂർത്തിഭാവമായി വിളങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഈ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിപ്പാനായി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഇന്നത്തെ വിചിന്തനത്തിനായി ഞാൻ വായിപ്പാൻ ഉദ്ദേശിക്കുന്നത് കൊലോസി ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തീമോഥെയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ഈ കൊലോസ്യ എന്നുള്ള പേര് ഈ കൊലോസ്യ ലേഖനത്തിലൂടെ നമ്മൾ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ 1, 2, 3 മിഷണറി യാത്ര പൗലോസ് അപ്പോസ്തലൻ നടത്തുന്ന സാഹചര്യത്തിലൊന്നും നമ്മൾ ആ പേര് കേൾക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പട്ടണമല്ല അക്കാലത്ത്. എന്നാൽ ധനാഢ്യമായ ഒരു പട്ടണമായിരുന്നു എഫേസോസ് എന്ന് നമുക്ക് അറിയാം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ എഫേസ്യർക്ക് കർത്താവ് തന്നെ കത്തെഴുതുന്നുണ്ട് യോഹന്നാനിലൂടെ. ഈ എഫേസോസ് പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 100 മൈൽ ഈസ്റ്റായിട്ട് ലൈക്കസ് നദീതടത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന 2-3 പട്ടണങ്ങളുണ്ട്. ഒന്ന് ലബോദിസ്യ, അതുപോലെ ഹിറാപ്പോലിസ്, കൊലോസി. ഇങ്ങനെ 3 പട്ടണങ്ങൾ എഫേസോസിന് 100 മൈൽ അകലത്തിൽ കിടക്കുന്നു. ഈ പട്ടണങ്ങൾ തമ്മിൽ 6 മൈലുകളുടെ വ്യത്യാസമേ ഉള്ളൂ. അതാണ് അതേക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്. ഇവിടുത്തെ 2 ഇൻഡസ്ട്രീസ്, ഒന്ന് വൂൾ പ്രോഡക്ട്സ്, കമ്പിളി വസ്ത്രങ്ങൾ നെയ്യുന്ന ഒരു പട്ടണമായിരുന്നു. വേറൊന്ന് അത് കമ്പിളി വസ്ത്രങ്ങൾ ഡൈ ചെയ്ത് പർപ്പിൾ കളർ അതുപോലെയുള്ള കളറുകൾ പിടിപ്പിക്കുന്ന ബിസിനസ്. ഈ പട്ടണത്തിന് അപ്രസക്തമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അപ്പോൾ ഇവിടെ പലപ്പോഴും നിരന്തരമായിട്ട് എർത്ത്ക്വേക്സ് ഉണ്ടായിട്ടുണ്ട്. ഈ സഭയുടെ കാലഘട്ടത്തിന് ശേഷവും അവിടെ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി. ആ പട്ടണം തന്നെ നശിച്ചു പോയി. അതുപോലെ BC 62 ഇവിടെ ഒരു വലിയ എർത്ത്ക്വേക്ക് ഉണ്ടായി. യേശുവിന് ജനനത്തിന് 62 വർഷത്തിന് മുമ്പ്. അപ്പോൾ ഈ പട്ടണക്കാർ വലിയ ഇച്ചിരി പണമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ റോമ സീസർ പറഞ്ഞു ആ പട്ടണം റീബിൽഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പട്ടണ നിവാസികൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ തന്നെ പണിതോളാമെന്ന് പറഞ്ഞു. അങ്ങനെ റോമ ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഹെൽപ്പും കൂടാതെ അവരുടെ തന്നെ പണം വ്യയം ചെയ്ത് വീണ്ടും പടുത്തുയർത്തി ആ പട്ടണം. എന്നാൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ ചൂടുവെള്ളത്തിൻ്റെ സ്പ്രിങ്സ് ഉണ്ട്, തണുത്ത വെള്ളത്തിൻ്റെ സ്പ്രിങ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒലിച്ച് എന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴും അതൊന്ന് മിക്സ് ചെയ്യും. അപ്പോഴാണ് ശീതോഷ്ണമായ വെള്ളമായിട്ടത് തീരും. അതിനെയാണ് ലബോദിക്യ സഭയ്ക്ക് ലേഖനം കത്തെഴുതുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. അത് അവിടുത്തെ ആ വെള്ളത്തിൻ്റെ അവസ്ഥയെ കൂടെ എടുത്ത് അവരുടെ സ്വഭാവത്തെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന വാചകങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഒരിക്കലും ചെന്നിട്ടില്ല ഈ ലേഖനം എഴുതുന്നത് വരെ. അപ്പോൾ അവിടെ സഭ ഉണ്ടായതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് പൗലോസ് അപ്പോസ്തലന് ഇല്ല.
പൗലോസ് അപ്പോസ്തലന് അവിടെ ചെന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിയിക്കുന്നത് ഈ കൊലോസ്യ ലേഖനത്തിൽ തന്നെ നമുക്ക് കളിക്കാം. അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്ക് ലവുദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ. അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവർ, അപ്പോൾ കൊലോസ്യയിലുള്ള വിശ്വാസികൾ പൗലോസിൻ്റെ മുഖം കണ്ടിട്ടില്ല. എന്നാൽ പൗലോസ് നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും ഈ സഭയെക്കുറിച്ചൊരു ഭാരം പൗലോസിൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഇത് ആരാണ് എഴുതിയെന്നുള്ളതിനെക്കുറിച്ച് ഈ ബൈബിളിൽ തന്നെ പരാമർശമുണ്ട്. 1-7 വാക്യം വായിക്കാം. അവിടെ നമ്മളൊരാളുടെ പേര് കാണുന്നുണ്ട്. ആരാണ് ഇത് എഴുതിയത്? ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ പേരിവിടെ കാണുന്നു. അദ്ദേഹം ഒരു സഹശുശ്രൂഷകനാണെന്ന് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചാട്ടെ. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങൾക്കും ലൗകികക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുത്തുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. അപ്പോൾ ഈ എപ്പഫ്രാസ് എന്ന് പറയുന്ന സഹോദരൻ, ഈ ഭൃത്യൻ, ദൈവ കർത്താവിൻ്റെ ശുശ്രൂഷകൻ, പൗലോസിനെ കാണാൻ റോമിലെ കാരാഗ്രഹത്തിലെത്തുകയാണ്. അപ്പോൾ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഈ കൊലോസ്യ ലേഖനം. നമുക്കറിയാം, എഫേസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഇതെല്ലാം റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളാണ്. അതുപോലെ തന്നെയുള്ള ഒരു ലേഖനമാണിത്. എന്നാൽ ഇത് എപ്പഫ്രാസിൻ്റെ കൈ കൊടുത്തയക്കുകയാണ്. ഈ എപ്പഫ്രാസ് നമ്മൾ ഫിലമോൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എടുക്കണ്ട, വായിക്കേണ്ട, സമയം ലാഭിക്കാനായിട്ട്. വേറൊരു അവസരത്തിൽ ബൈബിൾ സ്റ്റഡിയോ മറ്റോ എടുക്കുമ്പോൾ ഞാനത് വിവരിക്കാം. ഈ എപ്പഫ്രാസ് പൗലോസിൻ്റെ കൂട്ടു സഹോദരൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസൂസ് എന്ന് പറയുന്ന വലിയ മഹാനഗരത്തിൽ 2 വർഷത്തിൽ കൂടുതൽ പൗലോസ് അപ്പോസ്തലൻ താമസിക്കുകയും അവിടെ തുറന്നോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഭവനം അവിടെ തുറന്നു കൊടുക്കുകയും അവിടെ 2.5 വർഷത്തോളം പൗലോസ് അപ്പോസ്തലൻ ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ ടീച്ചിങ് നടത്തുന്നുണ്ട്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ സമീപസ്ഥരായ സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ കൂടി വന്നിരിക്കാം. അങ്ങനെ മുന്നോട്ട് വന്ന ഒരു സഹോദരനായിരിക്കണം എപ്പഫ്രാസ്. ആ എപ്പഫ്രാസ് തുടങ്ങിയ ഒരു സഭയാണ് ഈ കൊലോസ്യൻ സഭ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഫിലമോൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഫിലമോൻ ആ സഭയിലെ അംഗമാണ്. ഒനേസിമോസ് ആ സഭയിലെ അംഗമായിരുന്ന ഫിലേമോൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആ വീട്ടിലുള്ള മറ്റ് ശുശ്രൂഷകരുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും ഫിലേമോൻ്റെ മകൻ്റെ പേരും ഒക്കെ അവിടെ പറയുന്നുണ്ട്. നമുക്കത് എടുക്കണ്ട, ഇപ്പോൾ വായിക്കട്ടെ. ഇത് ഒരു ബൈബിൾ സ്റ്റഡി അല്ലാത്തത് കൊണ്ടും സമയം ലാഭിക്കാനായിട്ടുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എപ്പഫ്രാസ് അവിടുത്തെ സഭാ ശുശ്രൂഷകനായിരുന്നിട്ടുണ്ട് കൊലോസ്യയിൽ. അപ്പോൾ അദ്ദേഹം ചെന്ന് പറഞ്ഞു, വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു. നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങളെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 വിഷയങ്ങളിൽ ഉത്കൃഷ്ടരാണ് എന്നുള്ള ആ സന്ദേശം എപ്പഫ്രാസിൽ നിന്ന് പൗലോസിന് ലഭിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ പൗലോസ് എല്ലായിടത്തും പ്രസംഗിക്കുന്ന കാര്യമാണ്. നിങ്ങൾ 3 കാര്യങ്ങളിൽ മുന്നേറണം: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മൾ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന 1 കൊരിന്ത്യർ 13-ാം അധ്യായം എടുക്കുമ്പോഴും വായിക്കേണ്ട, അവിടെ നമ്മൾ കാണുന്നുണ്ട് സ്നേഹത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഭാഷണം നടത്തുന്ന പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ അവസാനം പറയുകയാണ് 3 കാര്യങ്ങൾ നിലനിൽക്കും. 1 വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങൾ തൻ്റെ ലേഖനത്തിൽ ഉടനീളം നിഴലിച്ചു നിൽക്കുന്ന കാര്യമാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതാൻ കാരണമുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഇന്ന് ലോകത്തിലുള്ള സഭകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും 1-ാം നൂറ്റാണ്ടിലെ സഭകളും നേരിട്ടിരുന്നു.
പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ഏതാണ്ട് 50,000 യഹൂദന്മാർ ആ കാലത്ത് താമസമുണ്ട്. 50,000-ൽ പരം ആളുകൾ ആ കാലത്ത് താമസമുണ്ട്. ഇതൊരു ചെറിയ പട്ടണമാണെന്ന് ഓർക്കണം. ഈ ചെറിയ പട്ടണത്തിൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 50,000-ൽ പരം യഹൂദന്മാർ അവിടെയുണ്ട്. എന്നാൽ ഇത് യഹൂദന്മാരുടെ പ്രവിശ്യയല്ല. ഇത് ടർക്കിയിലുള്ള ഒരു റോമൻ ഡിസ്ട്രിക്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ടർക്കിയിലുള്ള റോമൻ ഡിസ്ട്രിക്റ്റിൽ ഇവർ വലിയ ഒരു ഒരു സംഭരണി നടത്തിയിട്ട് ഇത് യെരുശലേം ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയക്കുന്നുണ്ട്. അപ്പോൾ റോമിലെ സീസർ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു, അത് പാടില്ല, ഈ പണം ഇവിടെ കിടക്കേണ്ട പണമാണ്, ഇത് യഹൂദദേശത്തേക്ക് അയക്കാനുള്ളതല്ല. അതുകൊണ്ട് ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ അയക്കാൻ പാടില്ല. അതിൽ കൂടുതൽ അയച്ചാൽ അതിനെ പെനാൽറ്റി അടയ്ക്കുന്ന ഒരു പദ്ധതി രൂപീകരിച്ചു സീസർ. ഇതൊക്കെ ചരിത്ര സംഭവങ്ങൾ ഞാനിന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രമാത്രം സമ്പന്നരായിരുന്നു ആ കാലത്തെ യഹൂദന്മാർ അവിടെ ഉള്ളവരെ. അവിടുത്തെ പല ബിസിനസ്സുകളും ചെയ്യുന്നതിൽ അവർ മുൻപിലായിരുന്നു. ഇവരിൽ നിന്നുള്ള വലിയ പ്രഷർ കൊലോസ്യയിലെ സഭയ്ക്ക് നേരിടേണ്ടി വന്നു. രണ്ടാമത് ഒരു ഗ്രീക്ക് കൾച്ചറാണ് അവിടെ ഉള്ളത്. അവിടെ ചോദിക്കുകയാണ്, യേശു ജഡത്തിൽ വന്ന വ്യക്തിയാണ്, യഥാർത്ഥ ദൈവത്തിൻ്റെ രൂപമെന്ത്, ഭാവമെന്ത്? പല കാര്യങ്ങൾക്ക് വേണ്ടി പല ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ധനം കിട്ടാനായിട്ട് ഒരു ദൈവത്തെ ആരാധിക്കും, കലയുടെ മനോഹാരിത്വമൊക്കെ ലഭിക്കേണ്ടതിന് വേണ്ടി വേറൊരു ദൈവത്തെ ആരാധിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു കൾച്ചറാണ് ഗ്രീസിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, യഥാർത്ഥ ദൈവത്തിൻ്റെ രൂപം എന്താണ്, ഭാവം എന്താണ്? ഇതെല്ലാം അന്ന് കേൾക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം ഗ്രീക്കുകാർക്ക് ഓരോ പുതിയ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫിലോസഫീസ് കേട്ടുകൊണ്ടിരിക്കണം. നമുക്കറിയാം, അരോപയോഗ കുന്നിൽ അല്ലെങ്കിൽ ദ സ്പീച്ച് ഓൺ ദ മാർഷിൽ, അവിടെ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അജ്ഞാതനായ ദൈവത്തെ എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പ്രഷറുകളുള്ള അഭിമുഖീകരിക്കുന്ന ഒരു ചർച്ചയാണ് ഈ സഭ. എന്നിട്ട് അവർ ചോദിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. നോസ്റ്റിക് തിയറി ഉണ്ട്. നിങ്ങൾ ഈ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ രക്ഷ കിട്ടത്തില്ല. നിങ്ങൾക്ക് അറിവ് ലഭിക്കണം, മറ്റുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഉൾക്കൊള്ളണം, ഇൻക്ലൂസീവായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയൂ എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ഫിലോസഫി. അത് ഗ്രീക്ക് കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു സംസ്കാരമാണ്, അതിൽ നിന്ന് വരുന്ന ഫിലോസഫിയാണ്. അപ്പോൾ തന്നെ എബ്രായർ പറയുന്നു, അഥവാ യഹൂദന്മാർ പഠിപ്പിക്കുന്നു, അവർ ക്രിസ്ത്യാനികളെക്കാൾ അനേകം മടങ്ങുണ്ട്. അവർ പഠിപ്പിക്കുകയാണ് യഥാർത്ഥ യഹൂദ മതത്തിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഇതെല്ലാം കേട്ട് പ്രഷർ അനുഭവിച്ച് നോസ്റ്റിക് അതുപോലെയുള്ള ഹിപ്പോക്രസികൾ ഇതുപോലെല്ലാം കയറി വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയെല്ലാം മുളയിൽ നുള്ളുക എന്ന് പറയില്ലേ, മുളയിൽ നുള്ളണമെന്ന് പറയുന്നത് പോലെ ഈ ഫിലോസഫികൾ കയറി വരുമ്പോൾ അതിനെ അടിച്ചൊതുക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും പ്രഭയെയും ശക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് 4 അധ്യായമുള്ള ഈ ചെറിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഫിലമോൻ്റെ ലേഖനം എടുത്താട്ട് അതിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ഫിലമോൻ 3:11. ഫിലമോൻ്റെ ലേഖനം ഒന്നേ ഉള്ളൂ, അതിൻ്റെ 11-ാം വാക്യം, 10-11. തടവിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. അതുപോലെ അപ്പോൾ ഒനേസിമോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അത് മുമ്പേ പ്രസ്താവിച്ചു. എന്നാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എപ്പാഫ്രാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആ ലേഖനത്തിലെ വേറെ വാക്യമാണെന്നേ ഉള്ളൂ. എന്നാൽ 1-2 വാക്യം ഞാൻ വീണ്ടും വായിക്കുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൽ അപ്പോസ്തലനായ പൗലോസും
സഹോദരനായ തിമോഥെയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ സാധാരണ അന്നത്തെ ഒക്കെ സ്റ്റൈലിലാണ് ഈ പൗലോസ് ലേഖനം എഴുതുന്നത്, അല്ലാതെ പ്രത്യേക സ്റ്റൈലിലൊന്നുമല്ല. അപ്പോൾ അവിടുത്തെ അന്നത്തെ കാലത്ത് ലെറ്റർ എഴുതുമ്പോൾ ആദ്യം ഇതാരാ എഴുതുന്നത് എന്നുള്ളത് പറയും, ഇന്നാരെഴുതുന്നത്. അപ്പോൾ വായിക്കുന്ന ആളിന് ഒടുവ് വരെ നോക്കിയിരിക്കണം. നമ്മുടെ കൾച്ചറിൽ, മലയാളം കൾച്ചറിൽ നമ്മൾ ഒടുവിലാണ് സ്നേഹപൂർവ്വം ഇന്നാരെ എന്ന പേര് എഴുതി ഒപ്പിടുന്നത്. എന്നാൽ അവിടുത്തെ കൾച്ചർ അന്ന് ആ കാലത്ത് അങ്ങനല്ല. ഇത് എഴുതുന്ന ആളിൻ്റെ പേര് ആദ്യമേ അങ്ങ് വിവരിക്കും, ഇന്നാര്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തീമോഥെയോസ്, ഞാൻ മനസ്സിലാക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഡിക്റ്റേറ്റ് ചെയ്യും, പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് തീമോഥെയോസ് അത് എഴുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ എല്ലാം രീതി തൻ്റെ കൂടെയുള്ളവർ എഴുതും, താൻ പറഞ്ഞു കൊടുക്കും. ഇതായിരുന്നു പൗലോസിൻ്റെ രീതി. അപ്പോൾ അത് പിന്നെ പൗലോസിൻ്റെ ലേഖനമാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ ആശയവും വാക്കുകളുമാണ് എഴുതിയിരിക്കുന്നത്. ഒരു സെക്രട്ടറി പോലെ ഒരാൾ അത് എഴുതിയെടുക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പറയാണ്, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തീമോഥെയോസും, തീമോഥെയോസ് ആയിരിക്കണം അത് എഴുതുന്നത്, കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമാർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. അന്നത്തെ രീതിയാണ്, മറ്റൊരു വ്യത്യസ്ത രീതിയല്ല എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഞാൻ മുമ്പ് നേരത്തെ പ്രസ്താവിച്ചതുപോലെ നോസ്റ്റിക് തിയറിയെയും യഹൂദന്മാരുടെ പഠിപ്പിക്കലിനെയും ശരിയാമണ്ണം ഖണ്ഡനം ചെയ്തുകൊണ്ട് എഴുതുന്ന പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ഒരു ലേഖനമാണിത്. ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. ക്രിസ്തുവിനെ ഏറ്റവും അധികം ഉയർത്തി കാണിക്കുന്ന 2 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. അതിലൊന്ന് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ ദൈവമായിട്ട് ചിത്രീകരിക്കുന്നതിൽ കുറവായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല. അതുപോലെ തന്നെ കൊലോസി ലേഖനത്തിൽ ദൈവത്തിൻ്റെ മൂർത്തിഭാവം യേശു ക്രിസ്തു ആണ് എന്നുള്ളത് ഇവിടെ തറപ്പിച്ചുറപ്പിച്ച് ലേഖനം എഴുതുകയാണ്. പ്രൈസ് ദ ലോർഡ്. 3-ാം വാക്യം, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെയും പിതാവിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. അതിൻ്റെ കാരണം യേശു ജഡമെടുത്തതിനാലാണ്. പ്രൈസ് ദ ലോർഡ്. ആ സുവിശേഷം, 6-ാം വാക്യം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ ഈ സഭയ്ക്കുള്ള ഒരു പ്രത്യേകത, കേവലം അവർ ആരാധിക്കുകയല്ല, ക്രിസ്ത്യാനികളെന്ന് പേരെടുത്തിരിക്കുക മാത്രമല്ല, അവർ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം നയിക്കുന്നു എന്ന് നമ്മളിവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത്, ഹോപ്പ്, ലവ്, ഈ 3 കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുന്ന ഫലമുള്ള ജീവിതം നയിക്കുന്നവരായി നമ്മളിവരെ ഇവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തും കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തവരാകണമെന്നും അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഒരു നീണ്ട പ്രാർത്ഥനയാണ് നമ്മെ കാണുന്നത്, നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ സങ്കീർത്തനം വായിച്ചത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്.
ദാവീദിൻ്റെ സ്വഭാവം നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നെങ്കിലും കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അനുതപിച്ച് താണ് ദൈവസന്നിധിയിൽ നിന്ന് നിരപ്പ് പ്രാപിച്ച് യഥാസ്ഥാനപ്പെടുന്ന ഒരു സ്വഭാവമുള്ളവനായിരുന്നു എന്ന് കാണുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വേറൊരു പരിജ്ഞാനത്തെക്കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ശൗമേൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അഭിഷേക തൈലം കൊണ്ടുവന്ന് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നത് പോലെ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ഇശായിയുടെ ആടുകളെ മേയിച്ച് കാനനത്തിലായിരിക്കുമ്പോൾ തന്നെ ദാവീദിന് എന്തറിയാം? താൻ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുമെന്നുള്ള ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ദൈവിക കൃപ അദ്ദേഹത്തിലുണ്ട്. അഭിഷേകത്താൽ തന്നിലേക്ക് ആത്മാവിൻ്റെ ഒരു വരദാനം പ്രാപിച്ചു, കൃപ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദാവീദ് ശൗലിനെ ഭയന്നൊരു ഗുഹയിലേക്ക് പാർക്കുക. ഈ ഗുഹയിൽ തന്നെ ശൗൽ ഒരു ആവശ്യത്തിന് വേണ്ടി കയറി വരുന്നു. ശൗലിനെ നിഷ്പ്രയാസം കൊല്ലാനുള്ള സാഹചര്യം ദാവീദിനുണ്ട്. ആ വാളെടുത്ത് ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിച്ചെടുത്തു. അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ശൗലിനോട് വിളിച്ചു പറയുകയാണ്, നിന്നെ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, പക്ഷേ നിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഞാൻ മുറിച്ചു, നിന്നെ ഞാൻ വെറുതെ വിട്ടു. എനിക്ക് വേണം നിന്നെ കൊല്ലായിരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷക്തനായ ശൗലിനെ കൊല്ലാതെ ഇരുന്നത് ദൈവത്തിൻ്റെ കൃപയാലും പരിജ്ഞാനത്താലുമാണ്. എന്നാൽ താനാണ് നെക്സ്റ്റ് കിങ് എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിലും ശൗല് തനിക്കെതിരായി കൊല്ലാനായിട്ട് കടന്നു വരുന്നെങ്കിലും ഇതെല്ലാം അറിയുന്ന ദാവീദ് ശൗലിനെ കൊല്ലാതെ വിടുന്നത് ദൈവം കൊടുത്ത കൃപയാലും ദൈവത്തിൻ്റെ ജ്ഞാനത്താലുമാണ്. വേണേ തനിക്ക് തെറ്റിദ്ധരിക്കാം, ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ ഇദ്ദേഹത്തെ എൻ്റെ കയ്യിൽ, അപ്പോൾ കൊന്നേക്കാമെന്ന് പേര് കരുതി ആ വസ്ത്രത്തിൻ്റെ അഗ്രം മുറിക്കാൻ എടുത്ത വാൾ തന്നെ ഉപയോഗിച്ച് കഴുത്ത് വേണേ വെട്ടിക്കളയാം. പക്ഷേ ദാവീദ് അത് ചെയ്യുന്നില്ല. അത് കണ്ട് അനുതപിക്കുന്ന ശൗൽ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ പ്രിയ മകനെ ദാവീദേ, നീ എന്നേക്കാൾ നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞ് ആ ദാവീദിനെ ശ്ലാഘിച്ച് അല്ലെങ്കിൽ പ്രശംസിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്കിലും പിന്നീടും അദ്ദേഹത്തിൻ്റെ ഹൃദയ കാഠിന്യം അദ്ദേഹത്തെ ഭരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ ജ്ഞാനവും പരിജ്ഞാനവും നമ്മിലുള്ളവാകും. ആ സൽഗുണം ഈ സഭയ്ക്കുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. ഇരുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് കിടന്നുറങ്ങാനും സാധിക്കും നമുക്ക്, എന്നാൽ കൂടുതൽ ഉറങ്ങാൻ സാധിക്കുന്ന എപ്പോഴാണ്? ഇരുട്ടുള്ളപ്പോഴാണ്. ഇരുട്ട് ഉറക്കത്തെ നമുക്ക് നൽകുന്നു. എന്നാൽ സഭാവിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇരുട്ടിൻ്റെ മക്കളാകരുത്, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന ക്രിസ്ത്യാനികൾ വിശ്വാസികളാകാതെ നിങ്ങൾ ഉണർവുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ആഹ്വാനം ഇവിടെ തരികയാണ്. 15-ാം വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ള മതി. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. അപ്പോൾ ഐക്കോൺ എന്നുള്ള പദമാണ് അവിടെ ഗ്രീക്ക് ലാംഗ്വേജിലുള്ളത്. പ്രതിമ എന്നുള്ളതിന് ഐക്കോൺ എന്ന് പറയുന്നത് ആ രൂപം, അല്ലെങ്കിൽ അന്ന് റോമൻ കോയിൻസിലൊക്കെ അവിടുത്തെ സീസറന്മാരുടെ മുഖത്തിൻ്റെ പ്രതിമ ആലേഖനം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് ഫോട്ടോ എടുക്കുന്നത് പോലെ അവരെടുത്തിട്ട്, അന്ന് ഫോട്ടോ ഇല്ല, എന്നാൽ ആ രൂപം അപ്പെടുത്തി ഒരു കോയിനെ പിടിപ്പിക്കുന്നതിനാണ് ഐക്കോൺ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ മുഖം അതുപോലെ പ്രദർശിപ്പിക്കുക. അതൊരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അല്ലെങ്കിൽ ഒരു മിററിൽ ഒരാൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഐക്കോൺ ആ മിററിൽ കാണുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ഐക്കോണാണ് ക്രിസ്തു എന്ന് ഇവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഐക്കോൺ
ആണ് കർത്താവായ ക്രിസ്തു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല സ്വഭാവവും അക്ഷരാർത്ഥത്തിൽ മൂർത്തിഭാവമായി വിളങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ അവിടെ തുടർന്നുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അപ്പോൾ ആദ്യജാതൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നേരെ വിപരീത അർത്ഥം നമുക്ക് തോന്നാം. ആദ്യജാതൻ. അപ്പോൾ ആദ്യജാതനാണെങ്കിൽ ജനിപ്പിച്ച ഒരാളുണ്ട് എന്നുള്ളൊരർത്ഥം വരുന്നു. അങ്ങനെ ഒരു അർത്ഥം തോന്നിക്കുക. എന്നാൽ ആ അർത്ഥത്തിലല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യജാതൻ എന്ന യഹോവയ്ക്ക് പേരുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന റാബായിമാരെ യഹോവയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: യഹോവ ഓർ യാവേ ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ദ വേൾഡ്. ഫസ്റ്റ് ബോൺ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ യാവയുടെ മെസ്സിയാനിക് ഫോം എന്നർത്ഥം. ഫസ്റ്റ് ബോൺ ഓഫ് യാവേ, എ മെസ്സിയാനിക് ടൈറ്റിലാണ് ഫസ്റ്റ് ബോൺ എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം ജനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഈ വാച്ച് ടവറിൻ്റെ ആൾക്കാർ പറയാറുണ്ട്, ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ്. യേശുവിനെ ആദ്യം സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് യേശു സകലവും സൃഷ്ടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ബ്രാക്കറ്റിൽ എഴുതിയാൽ അവരുടെ അഭിപ്രായമാണെന്ന് അതിനർത്ഥം. ഒറിജിനൽ വേർഡിൽ അതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒറിജിനൽ സ്ക്രിപ്റ്റിലുള്ളതല്ല വാച്ച് ടവറിൻ്റെ ബൈബിളിലുള്ളത്. അത് ഇറ്റാലിക്സിൽ ബ്രാക്കറ്റിലിട്ടിരിക്കുക. ബ്രാക്കറ്റിലിട്ടിരിക്കുന്നതെല്ലാം അവരുടെ അഭിപ്രായം, അങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഹി ഈസ് ദ ഓൾമൈറ്റി ഗോഡ് എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബൈ ഹിം, 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ബൈ ഹിം ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ്. 16-ാം വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കുന്നു: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ സകലത്തിനും സൃഷ്ടി നടത്തിയത് ദൈവമാണ് എന്ന് യേശുവാണ് എന്ന് ശക്തമായ ഭാഷയിൽ പ്രതിപാദിക്കുന്നു. സകല ക്രിയേഷൻ്റെയും പിൻപിൽ പ്രവർത്തിച്ചത് ക്രിസ്തുവാണ് എന്നവിടെ തെളിയുന്നു. അപ്പോൾ ഫസ്റ്റ് ബോൺ എന്നുള്ളത് ദൈവത്തിൻ്റെ തന്നെ ടൈറ്റിലാണ്. ഭൂമിയോടുള്ള ബന്ധത്തിൽ യഹൂദന്മാർ, റാബായിമാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യാവേ ഈസ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ദ വേൾഡ്. യഹോവ എന്ന് പറയുന്നത് ഫസ്റ്റ്, ലോകത്തോടുള്ള ബന്ധത്തിൽ ഫസ്റ്റ് ബോൺ ആണ് എന്നവിടെ അവതരിപ്പിക്കുന്നു. ആ സെൻസിൽ തന്നെയാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ ഫസ്റ്റ് ബോൺ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഹല്ലേലൂയ. സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇപ്പം ഒരു ബുള്ളറ്റിലൂടെ ഒരു ഗണ്ണ് ഷൂട്ട് ചെയ്യുമ്പം പോകുന്ന സ്പീഡിൻ്റെ 8 ഇരട്ടി സ്പീഡിലാണ് സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ സ്വയം കറങ്ങുന്നത് ഒരു ബുള്ളറ്റ് ഗണ്ണിൽ നിന്ന് പോകുന്നതിൻ്റെ 8 ഇരട്ടി സ്പീഡിൽ. ആ സൂര്യൻ ഈ വചനം എഴുതുന്ന നാളിലും ലോകത്തിൻ്റെ ആരംഭം മുതൽ അതുപോലെ നിൽക്കുകയാണ്. അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ യേശുവാണ് എന്നിവിടെ വരുന്നു. ക്രിസ്തുവാണ്. അവൻ സകലത്തിനെയും സൃഷ്ടിക്കുക മാത്രമല്ല, സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്നു. നമ്മളതിന് മാഗ്നറ്റിക് പവറെന്നോ ഗ്രാവിറ്റേഷണൽ പുള്ളെന്നോ ഒക്കെ നമ്മൾ പറയും. പക്ഷേ യേശുവിനെ അതിനെ ആര് സൃഷ്ടിച്ചു? ആ സൃഷ്ടിച്ച ക്രിസ്തേശുവിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നത് എന്ന ശക്തമായ ആശയമാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അവൻ സകലത്തിനും മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തെയും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്. മരിച്ചവരിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റോ?
യേശു മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിന് മുമ്പല്ലയോ യേശു ലാസറിനെ ഉയർപ്പിച്ചത്? അപ്പോൾ പിന്നെ മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവൻ എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഏലിശ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ പഴയ നിയമത്തിൽ. അപ്പം മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ എന്ന യേശുവിനെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കും? യേശുവിൻ്റെ ഉയർപ്പിനും ലാസറിൻ്റെ ഉയർപ്പിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊരു റെസിറ്റേഷനാണ്. ഒരു വീണ്ടും ജീവങ്കിലേക്ക് വരുന്നു, പക്ഷെ വീണ്ടും മരണമുണ്ട്. ലാസർ രണ്ടാമതും മരിച്ചു. അതുപോലെ ഏലിശ ചിലരെ ഉയർപ്പിച്ചെങ്കിലും അവരും മരിച്ചു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ട് ഇന്ന് വരെ മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല, അവന് മരണമില്ല. അതുകൊണ്ടാണ് മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ എന്ന് പറയുന്നത്. ഇതിനോട്ടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ സംഭവകത പറഞ്ഞു വെക്കുള്ളൂ. ഈ ലാസറിൻ്റെ പടം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിൻ്റെ പടം ചിലതൊക്കെ ചിത്രകാരന്മാർ ചിത്രീകരിച്ച് എഴുതിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അതിലെല്ലാം പുള്ളി വളരെ നിരാശനായിട്ടിരിക്കുന്ന ഒരു രൂപമാണ് കാണുന്നത്, ഒരു സന്തോഷവാനായിട്ടല്ല കാണുന്നത്. അതിന് റീസൺ എന്തായിരിക്കും? ഇവൻ യേശുവിനോട് കൂടെ നടന്ന യേശുവിൻ്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ ഈ ലാസർ മരിച്ചപ്പോൾ അവൻ പോയി സ്വർഗത്തിൻ്റെ ഒരു വിഷയം കണ്ടവന്. ഈ സ്വർഗത്തിൻ്റെ വിഷയം കണ്ടവൻ വീണ്ടും ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന് സന്തോഷമായിരിക്കുമോ ദുഃഖമായിരിക്കുമോ? അവന് ദുഃഖം തന്നെയാണ്. എന്നിട്ട് ഏറ്റവും പതറ്റിക്കായിട്ടുള്ളൊരു ജീവിതം നയിച്ച ഒരാളാണ് ലാസർ. നമ്മളൊക്കെ ഒരു പ്രാവശ്യമേ മരിക്കുന്നുള്ളൂ, നമുക്ക് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പാം. എന്നാൽ ഈ ലാസർ രണ്ടാമതും മരിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, കുറച്ചുനാൾ ജീവിച്ചിരുന്നേച്ച് ലാസർ രണ്ടാമതും മരിച്ചു. ഇതിനേക്കാൾ ഗതികേട് എന്താണ് പുള്ളിക്ക് കടന്നു പോകേണ്ടത്? സ്വർഗം കണ്ടവന് പിന്നെ ഭൂമി കാണുന്നത് ഇഷ്ടമല്ല. സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ദർശനം ലേഖനം എഴുതുന്നതിന് ഈ 14 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അപ്പോസ്തലനുണ്ടായി. ഈ ലേഖനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം. അപ്പോൾ അദ്ദേഹം പറയുന്നു, 14 വർഷത്തിന് മുമ്പ് ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടിയോ ശരീരം ഇല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അവൻ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കേട്ടു, അത് പക്ഷേ വിവരിക്കാൻ പ്രയാസം എന്നെഴുതിയിരിക്കുന്നു. ഒരു പക്ഷേ കല്ലേറ് കൊണ്ടപ്പോൾ താൻ മരിച്ചതായിരിക്കാം. സ്വർഗത്തിൻ്റെ ഒരു ദർശനം പ്രാപിച്ചു, സ്വർഗത്തിലെ ശബ്ദം കേട്ടു. എന്നാൽ ദൈവം അവനെ വീണ്ടും ജീവനെ കൊടുത്ത് ഈ ഭൂമിയിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ കാക്ഷിക്കുന്നു. എങ്കിലും നിങ്ങളെ പ്രതി ശരീരത്തിലിരിക്കുന്നതിലും കുഴപ്പമില്ല. രണ്ടാമത് പറഞ്ഞതിനേക്കാൾ താൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നതിലാണ്. സ്വർഗം കണ്ടവനെ പിന്നെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നാൽ അവന് പിന്നെ അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് ഏറെ നല്ലത്. എന്നാൽ ലാസർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞും അവൻ്റെ യേശുവിൻ്റെ ക്രൂശീകരണം വരെ അവൻ യേശുവിനോടുകൂടെ നടന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും യഥാർത്ഥ സ്വർഗത്തിൻ്റെ അവസ്ഥയെ ദർശിച്ചവനാണ് ലാസർ. അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ മടി അല്ലേ എന്നൊക്കെ പറയും. അവിടെ പോയവനായി ലാസറസ്. എന്നാൽ അവനെ മടക്കി വരുത്തി. അതുകൊണ്ടാണ് അവൻ്റെ മുഖം വിഷാദമായി ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രകാരന്മാർ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. ഉയർപ്പൊക്കെ ഇനി കിടക്കുന്നതേ ഉള്ളൂ. യേശു ഉയർത്ത റിസറക്ഷൻ നടന്നതിന് ശേഷമുള്ള ഉയർപ്പൊക്കെ ഉള്ളൂ, സ്ഥിരമായിട്ടുള്ള ഉയർപ്പ്. മറ്റ് ഉയർപ്പിച്ചവരൊക്കെ, യേശു ഉയർപ്പിച്ചവർ പോലും പിന്നീട് മരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ അതുകൂടാതെ പറയുന്നുണ്ട്, ഇവൻ സർവത്തിലും അവൻ സകലത്തിലും ആധാരമായിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ. യേശു ആരാണ്? സകലത്തിനും മുമ്പെയുള്ളവൻ. അവൻ ആരാണ്? അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഇവൻ ആരാണെന്ന്, ദ പേഴ്സൺ ആൻഡ് ദ വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിനെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പ്രതിപാദിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ. 19 വാക്യം ഞാൻ വായിക്കുന്നു.
അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പം യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് വലിയ ഒരു വർക്കാണ്. ക്രിസ്തു ഒരു മനുഷ്യരൂപത്തിൽ ദൈവം വന്നു. ദ യാവേ came in the form of men. ആ പേഴ്സന്റെ വർക്കാണ് ക്രൂശിൽ നാം കാണുന്ന യാഗം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നാണ് ഇവിടെ പറയുന്നത്? 19-ാം വാക്യം, അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നു. 20, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. മനുഷ്യനോട് ദൈവത്തിന് സമാധാനമില്ലായിരുന്നു എന്ന് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ആ നിരപ്പ് അസമാധാനമായി ദൈവവും മനുഷ്യനും തമ്മിൽ സമാധാനമില്ലാത്ത സ്വൈരക്കേടിൽ നിന്ന് വിമോചനം നൽകുന്നത് യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗത്തോടുകൂടിയാണ്. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സകലത്തെയും നിരപ്പിക്കുന്നു സ്വർഗത്തോടെ. വാഴ്ചകൾ, അധികാരങ്ങൾ, നമ്മൾ പറയുമല്ലോ പല അധികാരങ്ങളുള്ളവരാണ് ദൂതസഞ്ചയം, പല പൊസിഷനുകളുള്ളവയാണ്. ഇവരെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്, യേശുവാണ് എന്നിവിടെ പറയുന്നു. അവൻ സകലത്തിലും അവൻ സകലത്തിനും ആരംഭം, സകലത്തിൻ്റെയും സൃഷ്ടിതാവ്. ഇങ്ങനെയുള്ള തേജോപൂർണനായ മഹത്വപൂർണനായ വ്യക്തിത്വത്തെയാണ് ക്രിസ്തുവിൽ നാം ദർശിക്കേണ്ടത് എന്ന് പൗലോസ് കാട്ടിത്തരികയാണ്. ക്രിസ്റ്റോളജി, ക്രിസ്തു ശാസ്ത്രത്തെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ശ്രേഷ്ഠ ഗംഭീരമായ പുസ്തകമാണ് കൊലോസ്യ ലേഖനം. ചെറിയ 4 അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുകയാണ്. ഇന്നും പലർക്കും പഠിപ്പിക്കും, നമ്മൾ അവിടുന്ന് ആ ആശയം എടുക്കണം, ഇവിടുന്ന് ഈ ആശയം എടുക്കണം, ഈ വേദപുസ്തകത്തിലുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ എന്നുള്ള ചിന്തയുള്ളവരും പുതുമ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായ ജനസഞ്ചയം ഇന്നുള്ളതുപോലെ പൗലോസ് അപ്പോസ്തലൻ്റെ കാലഘട്ടത്തിലുമുണ്ട്. പുതുമ കേൾക്കാൻ കൊതിക്കുന്ന ആയിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിലുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ ഗ്രീക്ക് കൾച്ചറിലുള്ളവർ. അവിടെയുള്ള അതിൻ്റെ നടുക്ക് വസിച്ച ഈ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവാണ് സകലത്തിനും ആധാരം. നിൻ്റെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നിൻ്റെ ഭൗമിക ബന്ധത്തോടുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മനുഷ്യജഡം എടുത്ത ഈ യാവയ്ക്ക്, ഈ യഹോവയ്ക്ക് നിൻ്റെ സകല പ്രശ്നത്തിനും പരിഹാരം വരുത്താൻ കഴിയും. ഇതാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ഇവിടെ പഠിക്കുന്നത്. ഞാൻ അടുത്ത ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കൊലോസ്യ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.